ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഫിലിപ്പീൻസിലെ തന്നെ വേറൊരു ഐലൻഡിലോട്ട് ട്രിപ്പ് പോകുന്നതിൻ്റെ വീഡിയോസ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അങ്ങനെ രാത്രിയായിരുന്നു ഞങ്ങൾ പോകാൻ വേണ്ടി ഞങ്ങൾക്കുണ്ടായിരുന്ന പിക്കപ്പ് ടൈം. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ഫിലിപ്പീൻസിലെ തന്നെ ഒരു ഏജൻസി ത്രൂ ആയിരുന്നു. ഇത് 100 ഐലൻഡിലോട്ടാണ് ഞങ്ങൾ പോയത്. നല്ല ദൂരമുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏജൻസി എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാത്രി ഞങ്ങൾ റെഡിയായി മെയിൻ റോഡ് വരെ നടന്ന് പോകണമായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങളുടെ പിക്കപ്പ് പോയിൻറ്റ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി 2-3 സ്ഥലത്ത് പിക്കപ്പ് പോയിൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വണ്ടി എത്തിയപ്പോൾ തന്നെ ഓൾറെഡി അതിൽ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു വേറെ സ്ഥലത്തു നിന്ന്. മിഡ് നൈറ്റ് ഒരു 12 o'clock ഞങ്ങൾ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ബാഗൊക്കെ വെച്ചിട്ട് ഫ്രഷ് ആയതിനു ശേഷമായിരുന്നു പിന്നെ അടുത്ത് വീണ്ടും ട്രിപ്പ് തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ എത്തിയതൊരു പോർട്ടിലായിരുന്നു. ഇനി അവിടെ നിന്ന് ബോട്ടിൽ വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാനായിട്ട് ഐലൻഡിലോട്ട്. അങ്ങനെ പുറത്ത് വെച്ച് തന്നെ ഞങ്ങളുടെ ഗൈഡ് ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നുണ്ടായിരുന്നു. വെതർ ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസിൽ ഏതൊക്കെയോ ഇല്ലയെന്ന് അപ്പോൾ തന്നെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഓരോ ലൈഫ് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോന്നൊക്കെ എടുത്തു. പിന്നെ സ്നോർക്കലിംഗ് ചെയ്യാനായിട്ട് മാസ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ് ലാസ്റ്റ്. പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഐലൻഡ് ഹോപ്പിംഗ് തുടങ്ങി ഗൈസ്. ബോട്ടിൽ കയറിയതിന് ശേഷം എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. Yes, po. പോർട്ടിൽ നിന്ന് ഒരു 30 minutes ഐലൻഡ് ഹോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 100 ഐലൻഡിൽ ഞങ്ങൾ പോവേണ്ട ഐലൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ദൂരെ കാണുന്ന യേശുവിൻ്റെ ഈ സ്റ്റാച്ചു ഉള്ളിടത്തായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഐലൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും വന്ന വഴിയിൽ രാവിലത്തെ നല്ല വെയിലുണ്ടായിരുന്നു. Picture. നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ പോയ ഉടനെ തന്നെ ഞങ്ങളുടെ തൊപ്പിയൊക്കെ പറന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും വെള്ളത്തിൽ പോകാത്തതുകൊണ്ട് തൊപ്പി തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ പോകുന്ന വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നല്ലപോലെ കാണാൻ പറ്റുമായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ട് ആണ് ഞങ്ങൾ പിന്നെ ഐലൻഡിലോട്ട് കയറാൻ തുടങ്ങിയത്.
എൽമോനെ ഒന്ന് മാറോ, പൊറോട്ട് തിരിഞ്ഞു നോക്കി. ഫോട്ടോ എടുക്കട്ടെ ഇനി ഇതിനകത്ത്. എല്ലാ സ്ഥലത്തിലും ബാക്ക് സൈഡ് പോസ്റ്റ്. എനിക്ക് 3 ഫോട്ടോ എടുത്തുള്ളല്ലോ. ഇല്ല എടുത്തിട്ടില്ല, ഞാൻ അവിടെ വെച്ചിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ ജീസസിൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് 56 ഫീറ്റ് ഹൈറ്റുള്ളൊരു സ്റ്റാച്ചു ആണ്. ഈ ഐലൻഡിൻ്റെ പേര് ജീസസ് ദ സേവിയർ പിൽഗ്രിമേജ് ഐലൻഡ് എന്നായിരുന്നു. മുകളിലോട്ട് കയറുന്ന വഴിക്ക് ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറേ സ്ഥലത്ത് വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു അരമണിക്കൂറൊക്കെ നടന്നതിന് ശേഷമാണ് ഈ ജീസസിൻ്റെ താഴെ എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല വലിയ സ്റ്റാച്ചു ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 56 ഫീറ്റ് ഇതിന് ഹൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. ഏറ്റവും മുകളിൽ പോയപ്പോൾ ഉള്ള വ്യൂ ഇതായിരുന്നു ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഐലൻഡ് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീഡിയോസ് എടുക്കുക, അതായിരുന്നു ഞങ്ങളുടെ മെയിൻ പണി. ഇനി ഞങ്ങൾ ട്രിപ്പായിട്ട് ഈ ഐലൻഡിലോട്ട് വരാൻ സാധ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാക്സിമം ഫോട്ടോസ് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കൈ ക്യാബിലേക്ക് നിന്റെ നല്ല രസമുണ്ട് ലാൻഡ്സ്കേപ്പ്. എന്ത് ഭംഗിയല്ലേ. രണ്ടും എടുത്ത്. ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ ക്യാപ്പ് മാറ്റിയിട്ട് എൻ്റെ കയ്യിലൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു. ആ ക്ലിപ്പ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. അങ്ങനെ താഴെ ഇറങ്ങിയ വഴിക്ക് വെള്ളത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് വെള്ളത്തിൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ശംഖൊക്കെ ഈ വെള്ളത്തിലുണ്ടായിരുന്നു. അങ്ങനെ നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു. അങ്ങനെ വെള്ളത്തിൽ നിന്ന് കുറച്ച് ശംഖും പിന്നെ എന്തൊക്കെയോ കാണാൻ ഭംഗിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏജൻസി ത്രൂ പോയതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അവർ പറഞ്ഞ സമയത്തിന് ഞങ്ങൾക്ക് തിരിച്ചിറങ്ങണമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ചിറങ്ങി വന്ന ബോട്ടിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കിടക്കുന്നതായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ബോട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്ന തൊട്ടടുത്തൊരു സ്ഥലത്തോട്ടാണ്. ബോട്ടിൽ കയറാനായിട്ടല്ല, അതിൻ്റെ കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ വേറെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉള്ളൊരു സ്ഥലത്തോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്.
അവിടെയും കുറച്ച് നേരം മുകളിലോട്ട് നടക്കാനായിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഈ സ്ഥലത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് പേര് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു, അങ്ങോട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിൻ്റെ മുകളിലോട്ടായിരുന്നു ഞങ്ങൾ കയറാനുണ്ടായിരുന്നത്. ഞങ്ങളിവിടെയും കയറി. കുറച്ച് പേര് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉള്ളൊരു സ്ഥലത്തോട്ടും കയറി. മുകളിലോട്ട് പോകുമ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ബാക്കി കുറച്ച് പേര് കയറിയ സ്ഥലം അതായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കോക്കരൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. പറയോ ഹലോ ഗായ്സ്, ഇതാണ് ഇവിടുത്തെ ഭയങ്കര വ്യൂ ആണ്. കണ്ടില്ലേ, അവിടെയാണ് യേശു. അവിടെ ജിഞ്ചി പോയിരുന്നു. അത് ജിഞ്ചി അപ്ലോഡ് ചെയ്യും. പക്ഷെ ഒരു വർഷം കഴിയായിരിക്കും ചിലപ്പോൾ ജിഞ്ചിക്ക് മക്കളൊക്കെ ആകുമ്പോഴത്തേക്ക്. അയ്യോ, ഇത് വെളിച്ചമില്ല, നീ കറുത്തു പോകുന്നു. അപ്പോൾ ഈ വ്യൂ തന്നെയാണ് കൊള്ളാവുന്നത്. നീ ആ സൈഡ് നിന്നാലും കൊള്ളാം. ഈ സ്ഥലത്ത് ഇഷ്ടപ്പെട്ടോ ജിഞ്ചിക്ക്? കുറച്ച് നേരത്തെ ഫിദ പറഞ്ഞ പോലെ തന്നെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു 1 year കഴിയുമെന്ന് പറഞ്ഞത് ഉള്ളതാണ് കേട്ടോ. ഇന്ന് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് October 22nd, 2025 ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് 2024 October 26. ഓൾമോസ്റ്റ് ഒരു 4 ദിവസം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയിട്ട് കറക്റ്റ് 1 year ആവും. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം ഈ വീഡിയോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്താലും സേവ് ആവില്ല. അതാണ് ഏക പ്രശ്നം. അങ്ങനെ എന്തെങ്കിലും സേവ് ആവാൻ വേണ്ടി സ്ഥലം ഉണ്ടാകുമ്പോഴായിരിക്കും ഇതിന് യൂട്യൂബിലോട്ട് അപ്ലോഡ് ആവുന്നത്. ഇത്രയും നേരത്തെ വീഡിയോ 100 ഐലൻഡിലെ ബോൺസായി ഗാർഡനിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് താഴെ എത്തി. ഇനി നേരെ ബോട്ടിൽ കയറി അടുത്ത ഐലൻഡിലോട്ട് പോകണം. സമയം ഒട്ടുമില്ലായിരുന്നു. അപ്പം നമ്മുടെ
വീഡിയോസ് ഒക്കെ എടുത്ത് കറങ്ങി നടന്നപ്പോൾ എൻ്റെ അടുത്ത് ബോട്ടിൽ കയറാൻ വേണ്ടി അഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കയറി ഗായ്സ്. കുറേ ആക്ടിവിറ്റീസ് ഇല്ല. എത്രയുണ്ട്? ലൈഫ് ജാക്കറ്റ് അങ്ങനെ വീണ്ടും ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് അടുത്ത ഐലൻഡിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സ്വിമ്മിങ് വെയറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, സ്വിം വെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങാന്നൊക്കെ വെച്ച് പോയിട്ട് പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. കാണാൻ പറ്റുമോ? ഇവരെങ്ങനെ നീന്തി വരും? നിനക്ക് നീന്തലാ? അയ്യോ ഈ തൊപ്പി വെച്ചാ മതിയെന്ന് പിയാപ്പിയായിക്ക്. അയ്യോ നിങ്ങൾ പ്രായപൂർത്തിയായവരൊക്കെ കയറി ധൈര്യം ഉണ്ടോ പറയുന്നുണ്ട്. നിങ്ങൾക്കോ ഇല്ല. ഞാനും ഞാൻ കുറച്ചായി വെള്ളത്തിൽ ഹലോ ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ഇട്ട് സ്വിം ചെയ്ത് വരികയാണ് ദിവസം. അറിയാത്ത ഡ്രസ് ഇട്ട് നീ ശരിക്കും നീന്താൻ പറ്റില്ല. എന്നാ ആഴയുണ്ട്, നമുക്ക് അതും പേടിയാണ്. കണ്ടു വേണം. പല അമ്മ സ്വിമ്മിംഗ് പൂളിൽ ഞാൻ കയാക്കിങ്ങിന്റെ ബോട്ടിൽ പോയിട്ട് ക്ലാസ്സില് ഒരു സൈഡിൽ വരുമെന്ന് പറഞ്ഞ അങ്ങനെ മറിഞ്ഞു പോയി. ഞാൻ അതിന്റെ അടിയിലും. നല്ല രസമുണ്ടായിരുന്നു. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അന്ന് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാ മുങ്ങിപ്പോയി ഞാൻ. വരുന്നുണ്ട്. അവര് ക്വാളിറ്റി നമ്മൾ കേവിലാണ്. ഞങ്ങൾ കേവിലാണ്. ഞങ്ങൾ കേവിൽ ഇങ്ങനെ സ്വിം ചെയ്ത് വരികയാണ് ഇപ്പോ. ഇത് മറ്റേ എന്റെ മോൾ ആഷ്ലി ദേവിന്റെ ഫിലാഡൽഫിയെന്ന് വന്നതാ. ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാൻ മീനിനെ കാണാം ഇറങ്ങാന്നൊക്കെ വെച്ച് പോയതാണ്. അവിടെ പോയപ്പോൾ അവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ലാഡർ ഉണ്ടായിരുന്നു. ലാഡറിൽ ഓൾമോസ്റ്റ് താഴോട്ട് ഇറങ്ങാൻ പറ്റും. പിന്നെ അവിടെ ആഴമുണ്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ നീന്താൻ അറിയുന്നവർ ഇറങ്ങാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും അടുത്ത ഐലൻഡിലോട്ട് പോവുകയാണ്. അങ്ങനെ അടുത്ത ഐലൻഡിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പ്രത്യേകം പേയ്മെൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല ആക്ടിവിറ്റീസ് ഒന്നും. അങ്ങനെ ഒരു സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി താഴെ ഈ സ്റ്റൂള് ഇട്ട് തരുന്നുണ്ടായിരുന്നു. ഞങ്ങളിത് കരയോട് ഞങ്ങൾ ഇനി അടുത്ത ബീച്ചിലോട്ട് പോവാണ് ഗൈസ്. ഇവിടെയാണോ മറ്റേ സ്നോർക്ലിങ്ങിന്റെ സാധനം എടുക്കുന്നത്? നമുക്ക് ചെന്നുടനെയാലും എടുത്ത് കഴിക്കാലോ. ഇതെപ്പോഴാ തീരാ മൊത്തം പരിപാടി? ലൈൻ ഉണ്ടായിരുന്നു 115. പിന്നെ അവിടെ കയറിയപ്പോൾ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് ഫിദർ ഔട്ട്ഫിറ്റ്, മത്സ്യകന്യക ഔട്ട്ഫിറ്റ്. പിന്നെ ആ ബ്രിഡ്ജിൽ കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
ഓ ഇത് വല്ലാണ്ട് കുലുക്കൊണ്ടിട്ടോ. ശരിയാ, ബൈ ബൈ. എന്റെ ചെരുപ്പ് പോലെ ചുറ്റുന്നതിൽ ഇപ്പൊ കൈയെടുക്കാമേ. ഓ ചെരുപ്പിട്ടതാ. ബാക്കിൽ വരണോ? പിന്നെ നമ്മൾ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അത് കണ്ടാലോ? That is the only Tagalog we know. Just stand by. Okay. പിന്നെ ഓരോരുത്തരായിട്ട് സിപ്പ് ലൈനിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സിപ്പ് ലൈനിൽ ഞങ്ങൾ വരുന്നത് അവിടെ ഫോട്ടോ എടുക്കാൻ ക്യാമറയിൽ ആളുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഞാനൊരു ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ 150 pesos എന്തോ ആയിരുന്നു അതിന് റേറ്റ് വരുന്നത്. അവരെടുത്തതിൽ ഏതെങ്കിലും ഫോട്ടോസ് കൊള്ളാമോ എന്ന് ഞാൻ നോക്കിയപ്പോൾ ഒന്നും ഇങ്ങനെ കറക്റ്റ് ഫേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ബ്ലറായിരുന്നു. പിന്നെ അവരെനിക്ക് ഒന്നും കൂടെ തിരിച്ച് സിപ്പ് ലൈൻ എത്തുന്ന സ്ഥലത്ത് നിന്ന് എന്നെ തിരിച്ച് സിപ്പ് ലൈനിലോട്ട് വിട്ടിട്ട് അവർ ഫോട്ടോ എടുത്തിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും അടുത്ത ഐലൻഡിലോട്ട് പോയി. അവർ പറഞ്ഞു അടുത്ത ഐലൻഡിൽ സ്നോർക്കലിംഗ് ചെയ്യാമെന്ന്. അവിടെയും പോയിട്ട് ഞങ്ങൾ അവർ പറ്റിച്ചു ഗൈസ്. ഇതൊക്കെ വെച്ച് നല്ല കോമഡി സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കടലിൻ്റെ നടുക്കൊണ്ട് നിർത്തിയിട്ട് അവിടെ മീനുണ്ട് അടിയിൽ, നീന്താൻ അറിയുന്നവർ നീന്തിക്കോന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തു നിന്ന് നീന്തൽ അറിയുന്ന സ്വരൂപ് മാത്രം എന്തോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് ദൂരം പോയപ്പോൾ നല്ല ആഴമുള്ളതുകൊണ്ട് വീണ്ടും അവനും തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വേറൊരു സ്ഥലം കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇവിടെ ഫിഷ് ഉണ്ട്, ഇവിടെ സ്നോർക്കലിംഗ് ചെയ്യാമെന്ന്. പക്ഷേ ആ സ്ഥലത്ത് ഞങ്ങൾ നല്ലപോലെ ആഴമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കടലിൻ്റെ അടിയിലൊക്കെ നോക്കിയിട്ടും ഞങ്ങൾക്കും ഫിഷൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോയി ഗൈസ്. ഇതിൻ്റെ ഇടയിൽ സിപ്പ് ലൈനുള്ള കടലിൽ ഞങ്ങളെ കുറച്ച് നേരം ഞങ്ങൾ കളിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഗൈഡ് എടുത്തു തന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തേക്കാം. അങ്ങനെ ബീച്ചിൽ കളിച്ചുകൊണ്ടിരുന്ന നേരത്തെ ഞങ്ങൾ ആലിൻ്റെ പുറത്ത് മൊത്തം മണ്ണെടുത്തിട്ട് അവളെ മണ്ണിൻ്റെ അടിയിലാക്കി. വാലൊക്കെ വെച്ച് കൊടുത്ത് ഞങ്ങൾ ഒരു മത്സ്യക്കന്യകയായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫോണില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ തറയിൽ ഇതേപോലെ 100 ഐലൻഡ്സിൻ്റെ ഈ ജീസസിൻ്റെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ റൂമിലോട്ട് നടന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് പേര് ഇറങ്ങാൻ വേണ്ടി താമസിച്ചു, കാരണം ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈഡ് ആദ്യം ഉണ്ടായിരുന്നവരുടെ കൂട്ടത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ വിളിച്ചായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി എല്ലാവരും കൂടെ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നൂഡിൽസും ചിക്കനായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസത്തെ ട്രിപ്പിന് അടുത്ത വീഡിയോ ആയിട്ടിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.